സർക്കാരിന് എന്താണ് ഇതിനുള്ള ഒരു മറുപടി എന്ന് കൂടി കേൾക്കണം. പ്രതിപക്ഷം ശക്തമായ ആരോപണങ്ങളുമായി രംഗത്തുള്ളപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാനാണ് സർക്കാർ നീക്കം. ടീകോമിന്റെ കൈവശമുള്ള 246 ഏക്കർ ഭൂമി ഏറ്റെടുക്കും. ടീകോം പദ്ധതിയിൽ നിന്നും പിന്മാറിയ സാഹചര്യത്തിലാണ് നടപടി. ടീകോമിന് നഷ്ടപരിഹാരം നൽകാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചു. സ്മാർട്ട് സിറ്റിക്ക് പുതിയ പങ്കാളിയെ കണ്ടെത്താൻ സർക്കാർ ശ്രമം തുടങ്ങി. ആർ റോഷിപാൽ നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് റോഷിപാൽ. ഇത് സ്മാർട്ട് സിറ്റി വേണ്ടെന്ന് വെക്കുകയാണോ അതോ ടീകോമിനെ വേണ്ടെന്ന് വെക്കുകയാണോ അതോ ഈ 246 ഏക്കർ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനായി വകമാറ്റി വിടാനായിട്ടുള്ള നീക്കമാണോ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ? ഇങ്ങനെ പല ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ സർക്കാർ വരുത്തുന്ന വ്യക്തത എന്താണോ റോഷിപാൽ? സുജയ, സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി നേരത്തെ സർക്കാർ ഏറ്റെടുത്ത് കൈമാറിയ 240 ഏക്കർ ഭൂമി അത് തിരിച്ചുപിടിക്കുക എന്നതാണ് സർക്കാരിന് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ടീകോം പദ്ധതി ഉപേക്ഷിച്ചു. ഈ കാര്യം സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം തന്നെ അറിയിച്ചു എന്ന വാദമാണ് സർക്കാർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ടീകോമിന് നിന്നും ഈ ഭൂമി എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കുക. അതിന് പുറമെ ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാര തുക ടീകോമിന് നൽകാനുള്ള തീരുമാനം മന്ത്രിസഭ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുക എത്രയെന്ന് കണ്ടെത്താൻ, അതിൻ്റെ നഷ്ടത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കാനായി പ്രത്യേക സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. അവർ മൂല്യം നിർണ്ണയിക്കും. ഈ ടീകോവുമായി ആശയവിനിമയം നടത്തി പ്രശ്നങ്ങളില്ലാതെ ഇത് ഒത്തുതീർപ്പ് ആക്കും. എന്നിട്ട് ഭൂമി തിരിച്ചെടുക്കും. ഈ 240 ഏക്കർ ഭൂമി തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ IT വ്യവസായം തന്നെ തുടരാൻ നേരത്തെയുള്ള പദ്ധതി പോലെ തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, തൊട്ടടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ സ്ഥലപരിമിതി മൂലം 100-ലേറെ കമ്പനികൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. അവിടെ ഫേസ് 4 വരെ വലിയ വികസനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതാണ്ട് 41 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ വർക്ക് ഏരിയ ഉണ്ടാക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തു കഴിഞ്ഞു. അതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ് സംസ്ഥാന സർക്കാർ. അതിനിടയിലാണ് ഇങ്ങനെ സ്മാർട്ട് സിറ്റിയുടെ ഭൂമി കൂടി ഏറ്റെടുക്കാനുള്ള തീരുമാനം. ഇങ്ങനെ 100ഓളം കമ്പനികൾ കാത്തിരിക്കുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളില്ലാതെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് വ്യവസായ മന്ത്രി P രാജീവും പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു നല്ല പങ്കാളിയെ കണ്ടെത്തണം. പരിചയസമ്പത്തുള്ള, നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു പങ്കാളിയെ കണ്ടെത്തണം. ആ പങ്കാളിയെ കണ്ടെത്താനുള്ള തിരക്കിട്ട നീക്കവും ഒരു ഭാഗത്ത് സർക്കാർ നടന്നു. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം ഈ സർക്കാർ തീരുമാനത്തിനെതിരെ ശക്തമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഇനി പ്രതിസന്ധിയിലാകുമോ എന്ന് വ്യക്തമല്ല. പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, ഈ റിയൽ എസ്റ്റേറ്റ് ആരോപണം മുന്നോട്ട് വെക്കുമ്പോൾ പോലും ഈ നിലവിൽ ഇത് സെസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ റിയൽ എസ്റ്റേറ്റിലേക്ക് പോകുക അത്ര എളുപ്പമല്ല. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. വാണിജ്യ മന്ത്രാലയത്തിൻ്റെ അനുമതി ഇല്ലാതെ ഇനി മറ്റൊരു മേഖലയാക്കി ഇത് തിരിക്കാൻ കഴിയില്ല. ഇത് IT വ്യവസായത്തിന് വേണ്ടിയാണ് ഈ പദ്ധതി അങ്ങനെ ഫ്രീ സോണാക്കി മാറ്റിയത്. അങ്ങനെ സെസ് ഏരിയയായി മാറിയ ഈ പ്രദേശം മറ്റു വ്യവസായങ്ങളിലേക്ക് മാറണമെങ്കിൽ വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ വാണിജ്യ വിഭാഗം അനുമതി നൽകേണ്ടി വരും. അനുമതി തേടുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അത് വലിയ നിയമക്കുരുക്കിലേക്ക് പോകും. IT വ്യവസായമായി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതിൽ ഏതാണ്ട് 20% മാത്രമാണ് മറ്റ് വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കാൻ സർക്കാരിന് കഴിയുക. ഓക്കെ റോഷിപാൽ, തുടരുക. നമുക്ക് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് സ്മാർട്ട് സിറ്റി നടപ്പാകുന്നില്ല, അതേസമയം തന്നെ തൊട്ടടുത്ത ഇൻഫോ പാർക്കിലേക്ക് കൂടുതൽ കമ്പനികൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എവിടെയാണ് പാളിയത്, എവിടെയാണ് കൃത്യമായ കരുനീക്കങ്ങൾ നടക്കുന്നത്, അത് നമ്മൾ എക്സ്പോസ് ചെയ്യുകയാണ് ഈ ലൈവത്തോണിലൂടെ. തിരിച്ചെത്താം.